സംസുക്കട ഇത്ത പാവം ഇതൊക്കെയാണ് ആംപ്ലേറ്റും പാവും കൂടിയും ബ്രെഡ് ഉണ്ട്. പാവുണ്ടല്ലോ, ബ്രെഡ് പാവെന്നാണ് പറയുക ഇവിടെ. അത് ആംപ്ലേറ്റ് ഇതൊക്കെ കൂടെ ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചണൊക്കെയാണ്. അതുപോലെ കട്ടൻ ചായ ഇതൊക്കെയാണ്. ആരെങ്ങനെയൊക്കെ ചെയ്യുക? ഇത്രയും നിങ്ങളൊന്ന് ആലോചിച്ച് ഇങ്ങനെയൊക്കെ ഒരു ബോംബെ വന്നിട്ട് കണ്ണെത്താ രാജ്യത്ത് വന്നിട്ട് ഈ മനുഷ്യൻ ആലുവയിലുള്ള മനുഷ്യനെ ഇവിടെ വന്നിട്ട് അള്ള ഒരു ജ്യേഷ്ഠനെ പോലെ പടച്ചു വിട്ടതാണിപ്പോൾ. അപ്പോൾ ഞങ്ങളിതൊന്നും ഇവിടുന്ന് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു പെങ്ങന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണ്ടല്ലോ റബ്ബെ പലയിടത്തും. എന്താ സംസുഖം ഇതൊക്കെ? നിങ്ങൾ എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതായി? എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കണേ? ആരായിട്ട് ചോദിക്കുക, എന്ത് ഇത്രയും സ്നേഹിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? സംസുഖ എന്താണ് നിങ്ങളിങ്ങനെ അങ്ങനെ വല്ല അത് വേണ്ടത്? അതിന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തന്നെ മര്യാദക്ക് മുടിയാളിണ്ടല്ലോ തന്നെ. സംസുഖ ചനെ എൻ്റെ എത്താക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കുക റബ്ബെ. എത്താക്കും സംസുഖാക്കും അതുപോലെ സംസുഖയുടെ മക്കൾക്കും അതുപോലെ ഈ ദുനിയാവിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യർക്കും അള്ളാഹു ദീർഘായുസ് കൊടുക്കുക. ഇങ്ങനെ ഒരു നേരത്തെ ഭക്ഷണം ഈ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മനുഷ്യനക്ക് അള്ളാഹ് ചാന റബ്ബെ. എൻ്റെ ഭാര്യ പോലും ഇത്രമാത്രം സ്നേഹിക്കണില്ല. പക്ഷെ എൻ്റെ സ്വന്തം ഇങ്ങനെ ഒരു സ്വന്തം പെങ്ങന്മാർ 4 ആളുണ്ട്. അവർ പോലും പെങ്ങന്മാരൊക്കെ നല്ല സ്നേഹം കേട്ടോ, നല്ല സ്നേഹമാണ്. 4 പെങ്ങന്മാർ 4 പെങ്ങന്മാർ സ്നേഹമാണ്. അവരൊക്കെ നല്ല പുണ്യം. അതേ പെങ്ങളെ പോലത്തെ ഒരു പെങ്ങളാണ് ആലുവയിലുള്ളപ്പോൾ. ഞാൻ കുറ്റിപ്പുറം മറവഞ്ചേരി ഉള്ള ആളാണ്. പക്ഷെ ഇങ്ങനെ ഒരു പെങ്ങന്മാർ പ്രശ്നം അങ്ങനെ കൂടുതൽ പറഞ്ഞ് നീട്ടിയില്ല. അള്ളാഹുവെ സ്വർഗം കൊടുക്കുക. അള്ളാഹ് മരണശേഷം അവരെ ആരും ഈ ദുനിയാവിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും, ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ, അള്ളാഹിൻ്റെ അടുത്തേക്ക് ചെന്നാൽ ആരും വേദനിപ്പിക്കരുത് അള്ളാഹ്. കാരണം ഒരുപാട് ഈ ദുനിയാവിൽ ഓരോ മനുഷ്യനും ജീവിക്കണം എത്രമാത്രം ദുരിതം അനുഭവിച്ചിട്ട് ആരും അറിയണില്ല. ഹൃദയത്തിൻ്റെ വേദന മറ്റുള്ളവരോട് പറയാതെ എന്നെപ്പോലത്തെ കുറേ ആൾക്കാർ കഠിനാധ്വാനം ചെയ്തിട്ട് കണ്ണത്ത രാജ്യത്ത് വന്നിട്ട് തിരിച്ചു പോകുന്നുള്ള വരും മക്കളെ ഇനി വീണ്ടും കാണാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ലാതാണ് ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ത് സംസുഖം നിങ്ങൾക്ക് പറയാനുള്ളത്? പാവപ്പെട്ടവൻ്റെ പ്രശ്നം. അള്ളാഹ് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ മനുഷ്യന്മാരും. അള്ളാഹു സ്വർഗത്തിലേക്ക് ആക്കണം. സബ്സ്ക്രൈബ് ചെയ്യുന്നവരും ചെയ്യാത്തവരൊക്കെയും അല്ല, നമുക്ക് കൂടുതൽ ചെയ്ത ആൾക്കാർക്ക് കൂടുതൽ വലിയ സ്വർഗം കൊടുക്കണം. അല്ല സംസുഖ? സബ്സ്ക്രൈബ് ചെയ്യണേ ഓരോ മനുഷ്യനും. കാരണം സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണോ സംസുഖ? ആര് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരെന്താ പറയുക, അത്രയും നമ്മളെ സ്നേഹം നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം. അല്ലാതെ ഇപ്പോൾ ആരാ ഇന്നത്തെ കാലത്തൊക്കെ ഒരു സബ്സ്ക്രൈബ് ചെയ്യണം ഓരോ മനുഷ്യന്മാർക്ക് നിങ്ങൾ ദുആ ചെയ്യണം കേട്ടോ. പാവമാണ്. അവരെന്തെങ്കിലും കമൻറ്റിൽ എന്തെങ്കിലും എഴുതിയാൽ കാര്യമാക്കരുത് കേട്ടോ. അവർക്ക് നമ്മുടെ ഫ്രണ്ട്സാണ്. ഒരു ദിവസം നമുക്ക് ദുആ ചെയ്യണം. എല്ലാ സബ്സ്ക്രൈബ് ചെയ്യണം ഓരോ മനുഷ്യർക്കും നമ്മൾ ദുആ ചെയ്യണം കേട്ടോ. നമ്മളെ ദുആ അള്ളാഹു സ്വീകരിക്കും. കാരണം നമ്മളെ പോലത്തെ ഇങ്ങനെ അധ്വാനിക്കുന്ന ആൾക്കാരൊക്കെ ദുആ പടച്ചോൻ പെട്ടെന്ന് സ്വീകരിക്കും. കാരണം അതൊക്കെ അള്ളാഹ്ക്ക് അറിയാം. കാരണം പാവങ്ങളൊക്കെ അത്രയും കഠിനാധ്വാനം ചെയ്തിട്ട് ഈ വെയിലത്ത് ഇത്രയും പൊരിഞ്ഞ വെയിലത്ത് ഓരോരുത്തർ രാവിലെ എക്സസൈസ് ചെയ്യാണ് പണം ഉണ്ടാക്കിയിട്ട്. പക്ഷെ നമ്മളെന്ത് ചെയ്യണേ? രാവിലെ നീച്ചിട്ട് അധ്വാനിക്കുന്ന മക്കൾക്ക് വേണ്ടി കൂടുതൽ പാട്ടാടാൻ പറഞ്ഞാൽ കാക്ക കൊത്തിക്കൊണ്ടുപോകും. കാക്ക തലമത്ത് തൂർന്ന നല്ല കേട്ടോ. നാളെ ആ വീഡിയോ ഉണ്ട്. ദമാസല കാക്ക തൂറിയ ശേഷം 1500 അളന്നിൻ്റെ ഓർഡർ കിട്ടി. റബ്ബാണ് സത്യം. എന്തെങ്കിലും ഈ പൊട്ട ഇങ്ങോട്ട് കൊടുത്ത് 1500 അളന്ന് കാക്ക തലമ രാവിലെ തൂറിയിട്ട് എന്താ തമിഴാൻ തീട്ടം തൊട്ട പോലെ എന്താന്ന് തൊട്ട് മുഖത്ത് നോക്കി മണത്ത് നോക്കുമ്പോൾ കാക്ക തൂറിയതാണ്. കൂടുതൽ പറഞ്ഞു കൊണ്ടുപോകണം ചെയ്ത് ഞങ്ങളിവിടെ പണിക്ക് വന്നാൽ വല്ലാതെ പാടുമ്പോൾ കാക്ക് ഇൻഷാല്ലാ എൻ്റെ തതാനൊക്കെ അള്ളാഹു ദീർഘായുസ് കൊടുക്കുക. എല്ലാ മനുഷ്യന്മാരും അങ്ങനെയൊക്കെ ഉണ്ടാക്കി തരുന്നവർക്ക് പ്രത്യേകിച്ചുള്ള ദുആയാണിത്.